പാർട്ട് 19 നീലാംബരി. നീലു ഡൈനിങ് ടേബിളിൽ നിന്ന് പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാതെ വളരെ ദേഷ്യത്തോടെയാണ് നീലുവിനെ നോക്കി ഹരൻ തൻ്റെ റൂമിലേക്ക് പോയി. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന രീതിയിൽ നീലുവും കുറച്ച് മുന്നേ അവൻ്റെ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. അവിടെ നിന്നും പ്രത്യേകിച്ച് സൗണ്ടുകളൊന്നും കേൾക്കാത്തത് കൊണ്ട് എന്തോ ടെൻഷൻ പോലെ തോന്നിയാണ് ഹരിയും നിച്ചുവും ഹരൻ്റെ റൂമിൻ്റെ ഡോർ നോക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഹരൻ വന്ന് ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ദേഷ്യത്തിൽ, എന്താടാ? അല്ല, അവൾ എന്തിനാ നിന്നോട് ദേഷിച്ചതെന്ന് പറഞ്ഞോ? നിന്നേക്കിപ്പോൾ ആരെങ്ങോട്ട് വിളിച്ചത്? നാളെ രാവിലെ ആയാലും ഇതിനൊരു സമയം ഇല്ലേ? അപ്പോൾ ചോദിച്ചാൽ പോരെ, അന്നേരം പറയത്തില്ലേ? അതിനെന്താണ് നീ ദേഷിക്കുന്നേ? ഒന്നുമില്ല. എന്താ മോനെ, എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഹരി ഒരു ട്യൂണിൽ അവനോട് ചോദിച്ചു. ഒരു കള്ളത്തരവുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഡോർ ലോക്ക് ചെയ്തു. നിച്ചു അപ്പോഴും ഒന്നും മനസ്സിലാകാതെ ഹരൻ പോയ വഴിയെ നോക്കി നിൽക്കുക. എന്താടാ ഹരി അവൻ ഇങ്ങനെ? അതോ, അവൻ എന്തോ ഒരു കുരുത്തക്കേട് കാട്ടിക്കൊണ്ടിരുന്നേ, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ തടസ്സം ചെയ്തത്. അയ്യോ എൻ്റെ മോള്, ഒന്ന് പോടാപ്പാ. നിൻ്റെ മോളെ സംരക്ഷിക്കാൻ അവൾക്ക് നല്ലപോലെ അറിയാം. ഹരൻ്റെ ഒരു വെള്ളത്തിലും അവളുടെ അടുത്ത് നടക്കത്തില്ല. അതുകൊണ്ട് മോൻ ഇങ്ങോട്ട് വാ. അത്രയും പറഞ്ഞുകൊണ്ട് ഹരി നിച്ചുവിനെ വിളിച്ച് തൻ്റെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി കോളേജിലേക്ക് ഇറങ്ങി. ഹരിയും ഹരനും നിച്ചുവും കോളേജിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷമാണ് നീലുവും രാധികയും കോളേജിലേക്ക് പോകാൻ റെഡിയായത്. അപ്പോൾ ഹരൻ്റെയും ഹരിയുടെയും അച്ഛൻ മഹാദേവ് അങ്ങോട്ട് വന്ന്, ഞാൻ കൊണ്ടുവന്ന് വിടണോ മക്കളെ? ഒന്നും വേണ്ട. അച്ഛൻ ഒരു ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ അവരെ പോലെ എനിക്കും ഒരു വണ്ടി എടുത്ത് തന്നായിരുന്നു. ഞങ്ങളും കൂടി അതുപോലെ വണ്ടിയെ പോകത്തില്ലേ? അപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ട് വന്നത്. എൻ്റെ പെമ്മക്കൾ രണ്ടുപേരും ബസ്സിനങ്ങ് പോയാൽ മതി. നീ രണ്ടെണ്ണം കൂടെ വണ്ടിയെ പോയിട്ട് വേണം ഇവിടെ ഇരുന്ന് ആയിസേറാതെ ഞാൻ ചാവാൻ. രണ്ടിനെയും കൂടെ വണ്ടിയെ വിട്ടിട്ട് വേണം സമാധാനം ഉള്ളതും കൂടെ ഇല്ലാതാകാൻ. അത്രയും പറഞ്ഞു. അമ്മ, ഒരു അമ്മയും കിമ്മയും ഇല്ല. പറ്റുന്നെങ്കിൽ ഇവിടുത്തെ ഡ്രൈവർ കൊണ്ടുവന്ന് നിങ്ങളെ കോളേജിലാക്കും. അത് പറഞ്ഞല്ല, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ബസ്സിൽ പോയി രണ്ടെണ്ണോ, അതല്ലേ നല്ലത്. എന്നാ ബാ ചേച്ചി, നമുക്ക് ബസ്സിൽ 10 ആമ്പിള്ളേരെയെങ്കിലും ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ കാണാം. ഡീ കുറുമ്പി, നിനക്ക് അടി കൊള്ളും. അമ്മ, നിങ്ങളുടെ മോനെയോ കാണാൻ കൊള്ളത്തില്ല. എന്നാൽ വെളിയിൽ പോയി 10 ആമ്പിള്ളേരെയെങ്കിലും ഞങ്ങൾ വായി നോക്കട്ടെ പ്ലീസ്. അതിനെങ്കിലും സമ്മതിക്കും. എൻ്റെ മോൻ എന്താടി കുഴപ്പം? ഒരു കുഴപ്പമില്ല, എല്ലാം കൂടുതലാണ്. അവൾ അതും പറഞ്ഞതും ലക്ഷ്മി അവളുടെ ചെവിയിലൊന്ന് പിടിച്ചു. എൻ്റെ ലക്ഷ്മിക്കുട്ടി, എൻ്റെ ചെവി തിരുമ്മി പൊന്നാക്കല്ലേ പ്ലീസ് പ്ലീസ്. വിട്. ഇപ്പോഴത്തേക്ക് വിടുക. ഇനി ഒരു വട്ടം കൂടെ നിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വീണാൽ. മഹി അവരുടെ അടുത്തേക്ക് വന്ന്, എൻ്റെ പൊന്ന് നീലു, നീ ഈ വായി നോക്കുന്ന അവൻ വല്ലതും കണ്ടാലുണ്ടല്ലോ, പിന്നെ നിന്നെ ഫിത്തിന്ന് വടിച്ചിറക്കേണ്ടി വരും. പറഞ്ഞത് കേട്ടല്ലോ, നോക്കിയും കണ്ടുമൊക്കെ ഒരു മയത്തിന് വായി നോക്ക്. അച്ഛനായി ഇങ്ങനെ വേണം. അവൾ മഹിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. മഹി രാധികയെ നോക്കി, എന്താ മോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല അങ്കിൾ. ഇവള് വിളിക്കുന്ന പോലെ അച്ഛാന്ന് നിനക്കും വിളിച്ചുകൂടെ? അവളുടെ കണ്ണുകളൊന്നറിഞ്ഞു. ഇനി കണ്ണൊന്നും നിറയ്ക്കണ്ട. നീ ഇനി ഇവരെ പോലെ അച്ഛാന്ന് വിളിച്ചാൽ മതി. നീയും ഞങ്ങൾക്ക് മകള് തന്നെയാണ്. അത് പറഞ്ഞതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവൾ ഇരുവരുടെയും കാല് തൊട്ട് തൊഴുത്. എന്താ മോളെ ഇത്? അല്ല, കോളേജിൽ ആദ്യമായി ഞാൻ പഠിക്കാൻ പോവല്ലേ. അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം. അത് പറഞ്ഞ് അവൾ അങ്ങോട്ട് മാറി നിന്നതും, എന്താടി നിന്നോടിനി പ്രത്യേകം പറയണോ? ലക്ഷ്മി നീലുവിനോട്, എന്ത്? ഞങ്ങളുടെ കാലിൽ പിടിച്ച് അനുഗ്രഹം മകൻ? ഓ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം കാലിൽ പിടിച്ചൊന്നും എനിക്ക് വാങ്ങിക്കാൻ വയ്യ. നിങ്ങളെപ്പോഴും എൻ്റെ ഒപ്പമില്ലേ, പിന്നെന്തിനാ ഞാൻ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന? എന്തായാലും എൻ്റെ ലക്ഷ്മിക്കുട്ടി പറഞ്ഞതല്ലേ, പറഞ്ഞ വാക്ക് കേട്ടില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് അവൾ ഇരുവരുടെയും കാല് തൊട്ട് നമസ്കരിച്ച് അവർ രണ്ടുപേരുടെയും കവൾ ഓരോ ഉമ്മയും കൊടുത്ത് അവരിരുവരും പുറത്തേക്കിറങ്ങി. ഈ കാന്താരി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും ഇല്ലാതായിപ്പോനെ. അതുമാത്രമല്ല, നമ്മുടെ 2 മക്കളും ഇപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ. ഈ കാന്താരി വന്നതിന് ശേഷം ഇതെല്ലാം സംഭവിച്ചത് അല്ലേ ലക്ഷ്മി? അതെ, ഇവളില്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. ഇവൾ വന്നതിന് ശേഷമാണ് ഈ വീടിന് തന്നെ ഒരു ജീവനുണ്ടെന്ന് തോന്നുന്നത്. അവൾ തന്നെ ഇനി രാധികയെ മാറ്റിയെടുക്കുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ, ആ കാന്താരി കാരണം നമ്മുടെ ഹരന് വരെ ഇത്ര മാറ്റം വന്നു. അന്നേരം പിന്നെ അവൾക്ക് മാറ്റം വരാതിരിക്കുമോ? താൻ എന്തായാലും വാടോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത? ഓ, ഞാനത് മറന്നുപോയി. ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലേ ഏട്ടാ?
ഉണ്ടടോ 10:30. താൻ ധൃതി പിടിക്കേണ്ട, സമാധാനത്തെ എടുത്ത് തന്നാൽ മതി. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചിരിക്കാം. അതെന്താ, എന്നും താൻ തൻ്റെ മക്കളുടെ കൂടെ അല്ലേ ഇരിക്കുന്നത്, ഇന്ന് എൻ്റെ കൂടെ ഇരിയടോ. അത്രയും പറഞ്ഞിട്ട് അവർ ഇരുവരും ഡൈനിങ് ഏരിയയിലേക്ക് പോയി. എന്നാൽ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നല്ല നൈസായിട്ട് നമ്മുടെ നീലുക്കൊച്ചി എല്ലാവരും വായി നോക്കുക. അപ്പോഴാണ് രാധിക അവളെ തോണ്ടി, എന്താ ചേച്ചി, നീ ഇതോ ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേട്ടൊന്ന് നോക്കി. അപ്പുറത്തെ സൈഡിൽ ഇവരെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ഹരനെ കണ്ടതും, ചേച്ചി എന്താ, അവർ വന്നിട്ട് ഒത്തിരി നേരമായി. നീ നിൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുണ്ടായിരുന്നു. എൻ്റെ കൃഷ്ണ, എൻ്റെ ചീട്ടിന്ന് കീറും ഈ മനുഷ്യൻ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അച്ഛൻ നിന്നോട് പറഞ്ഞില്ലേ പരിസരമൊക്കെ വീക്ഷിച്ചിട്ട് ഒരു മയത്തിലൊക്കെ വായി നോക്കണേന്ന്. നീ എന്ന് വെച്ച് ഇവിടെ വന്നു നിന്ന് അന്നേരം തൊട്ട പരിസരബോധമില്ലാതെ ഓരോന്നിനെ വരുന്നതിനെയും പോകുന്നതിനെയും കെട്ടിയതിനെയും എല്ലാം നീ നോക്കുമല്ലേ. ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ, നിന്നെ ഇപ്പം അരച്ചു കൊടുത്താൽ അവൻ കുടിക്കും. ആ രീതിയിലുള്ള ദേഷ്യമുണ്ട്. അത് ശരിയാ, ഇനി ഇച്ചിരി ഡീസൻ്റായിട്ട് നിൽക്കാം അല്ലേ ചേച്ചി. മോൾ ഇനി എത്ര ഡീസൻ്റായാലും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് എന്തായാലും വൈകുന്നേരം നിനക്ക് കിട്ടും. അന്നേരം പിന്നെ നിൻ്റെ ഡ്യൂട്ടി തന്നെ കണ്ടിന്യൂ ചെയ്തോ, എന്തായാലും കിട്ടും. അന്നേരം പിന്നെ അതിനൊരു മുടക്കം വരുത്തണം. ചേച്ചി എന്താടി, എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെ ഒരുങ്ങി എൻ്റെ കൂടെ വന്നെയാ അല്ലേ? ഏയ്, ഞാനൊരു സത്യസന്ധമായ കാര്യം പറഞ്ഞതല്ലേ, എന്തായാലും കിട്ടും, പിന്നെന്തിനാ അതായിട്ട് മുടക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവർ ഇരുവരും പറഞ്ഞു നിൽക്കുമ്പോഴാണ് ബസ് വന്നത്. അവരിരുവരും ബസ്സിൽ കയറി കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങി. അപ്പോഴവർ അകത്തേക്ക് കയറിയപ്പോൾ അവരെ തന്നെ കാത്തിരിക്കുന്നത് പോലെ ഹരിയും ഹരനും നിച്ചുമുണ്ട്. എന്നാൽ ഹരിയുടെയും നിച്ചുവിൻ്റെ മുഖത്ത് ദേഷ്യം ഒട്ടുമില്ല. അവർ രണ്ടുപേരും ചിരിയോടെ അവളെ നോക്കിയിരിക്കുമ്പോൾ ഹരൻ്റെ മുഖത്ത് വളരെ ദേഷ്യം. അവളെ രാധിക പറഞ്ഞതുപോലെ അരച്ചു കൊടുത്താൽ ഇപ്പോൾ ഒറ്റ വലിക്ക് കുടിക്കും, അതേ ദേഷ്യം. ഹരി അവരെ തലയാട്ടി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചതും നിച്ചു ഇല്ല വരുന്നില്ല എന്നർത്ഥത്തിൽ തലയാട്ടി തിരിഞ്ഞ് തൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോഴാണ് അവരുടെ മുന്നിലൂടെ ഒരു കാറ് കോളേജ് കോമ്പൗണ്ടിൽ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ അരുൺ കോളേജ് ആകെ വീക്ഷിക്കുമ്പോഴാണ് കോളേജിൻ്റെ കവാടം കടന്ന് കയറി വരുന്ന 2 പേരിൽ കണ്ണുടക്കുന്നത്. വാതോരാതെ സംസാരിച്ചു വരുന്ന പെൺകുട്ടിയോടൊപ്പം അവൾ പറയുന്ന എല്ലാത്തിനും തലയാട്ടി ഒരു ചെറുചിരിയോടെ വരുന്നവളിൽ തന്നെയായിരുന്നു അരുണിൻ്റെ കണ്ണ്. രാജീവ് എന്തൊക്കെയോ ചോദിച്ചിട്ടും മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് രാജീവ് അരുണിനെ ശ്രദ്ധിക്കുന്നത്. അരുൺ എങ്ങോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ ദൃഷ്ടി എങ്ങോട്ടാണെന്ന് ശ്രദ്ധിച്ച രാജീവ് കാണുന്നത് അവൻ ഇത്രയും നാളും ആരെയാണോ തേടി നടന്നത് അവൾ അവൻ്റെ കൺമുന്നിൽ, അതും അവൻ്റെ ആദ്യ ദിവസം തന്നെ. രാജീവ് അരുണിൻ്റെ അടുത്ത് നിന്ന്, നീ എന്തായാലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വന്നതിന് പ്രയോജനമുണ്ട് അല്ലേ? ഉണ്ട്. എന്താണ് ഇനി പരിപാടി? ദിവസങ്ങൾ ഒരുപാട് കിടപ്പയല്ലേ, നമുക്ക് അതിനൊക്കെയുള്ള പ്ലാനിങ് ഉണ്ടാക്കാം. അവർ രണ്ടുപേരും അത് പറഞ്ഞ്, എന്തായാലും ഈ അരുൺ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും അരുണിനൊരു മടക്കമുണ്ടെങ്കിൽ എന്നോടൊപ്പം എൻ്റെ പാതിയായി അവളും ഉണ്ടായിരിക്കും. അരുൺ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുവരും പ്രിൻസിപ്പളിൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. എന്നാൽ ഇവരുടെ നോട്ടവും അവരുടെ ഭാവവും എല്ലാം തന്നെ വീക്ഷിച്ചു കൊണ്ട് തന്നെ ഇവർ 3 പേരും ഭാഗമരച്ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അരുണ് ആരെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലായി. നീലുവിനെയാണ് എന്നർത്ഥത്തിൽ വളരെ ദേഷ്യത്തോടെ തന്നെ ഹരൻ അവിടെ നിന്നും എഴുന്നേറ്റതും നിച്ചുവും ഹരിയും അവനെ പിടിച്ചു നിർത്തി. വരട്ട ഹര, ഒറ്റച്ചാട്ടത്തിന് എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിക്കാതെ. അവൻ ആരെയാണ് ലക്ഷ്യം വെച്ച് വന്നതെന്ന് ആദ്യം നമുക്കറിയാം. പിന്നെ അവൻ ഇതുവരെ ഒന്ന് നോക്കിയെന്നല്ല ഉള്ളു. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ എല്ലാവരും നോക്കും. പിന്നെ അതിനെല്ലാം പ്രതികരിക്കാൻ നിന്നാൽ അതിനെ സമയം കാണും. അവൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടാവട്ടെ, അവനുള്ളത് നമുക്ക് കൊടുക്കാം. പിന്നെ രാജീവിൻ്റെ കണ്ണ് അത്ര നല്ലതൊന്നുമല്ല. അതെന്തെന്നർത്ഥത്തിൽ നിച്ചു ഹരിയെ നോക്കി. അയാളൊരു പ്ലേ ബോയാ. കിട്ടുന്ന അവസരത്തിൽ കിട്ടുന്ന പെൺകുട്ടികളോടൊക്കെ വഷളമായ രീതിയിൽ സംസാരിക്കും. പിന്നെ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ അയാൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന പെൺകുട്ടികളെ ഒത്തു കിട്ടുന്നത് പോലെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി ആസ്വദിക്കാനും അയാൾ മിടുക്കനാണ്. പിന്നെ ഇവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സ് എല്ലാം ഏകദേശം എല്ലാ എണ്ണവും അയാളുടെ കൂടെ ഹോട്ടൽ റൂമിൽ പോയിട്ടുള്ള
ഒരെണ്ണത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ കംപ്ലൈൻറ്റ് കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പെൺകുട്ടികളും അതുപോലെ തന്നെ. അയാൾ ഇന്നോളം ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലും ഒരു കംപ്ലൈൻറ്റ് പോലും, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ പോലും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഇത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ വിളിച്ച് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ അല്പം ഡീസൻ്റാണ്. കോളേജിന് പുറത്ത് വെച്ച് ഇമാതിരി പണിയൊക്കെ ചെയ്യും. കോളേജിനകത്ത് ആൾ പക്ക ഡീസൻ്റായിട്ടുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തങ്ങളുടെ ക്ലാസ്സിലേക്കായി പോയി. രാധികയും നീലും തങ്ങളുടെ ക്ലാസ്സിൽ ചെന്ന് നീലു എല്ലാവർക്കും രാധികയെ പരിചയപ്പെടുത്തി. തൻ്റെ വീട്ടിലെ തൻ്റെ സഹോദരിയാണെന്ന് ഒറ്റ കാര്യമാണ് അവൾ പറഞ്ഞത്. നീലുവിനോടുള്ള അതേ സ്നേഹം തന്നെ എല്ലാവരും രാധികയിലും കാട്ടി. താൻ എത്ര വലിയ ക്രൂരതയാണ് ഈ കുട്ടിയോട് കാട്ടിയത്, ദൈവം പോലും തന്നോട് പെറുക്കില്ല. ഇത്രയൊക്കെ താൻ ചെയ്തിട്ടും തന്നെ തൻ്റെ സഹോദരി രക്തബന്ധം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും മുമ്പിലും അവൾ കാട്ടുന്ന, അല്ലാതൊരു ജോലിക്കാരിയുടെ മകൾ എന്ന രീതിയിലൊന്നുമല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ തന്നെ നീലു അവളുടെ അടുത്തേക്ക് വന്ന്, ആവശ്യമില്ലാത്തതൊന്നും ഈ കുഞ്ഞിത്തല പോയിക്കണ്ട കേട്ടോ, അത്രയും പറഞ്ഞ് അവളുടെ കവിളിൽ ചേർത്ത് നിർത്തി ഒരു ഉമ്മയും കൊടുത്ത് അവളുടെ കണ്ണുകൾ തുടച്ച് അവർ രണ്ടുപേരും ക്ലാസ്സിലിരുന്നു. അതേസമയമാണ് പ്രിൻസിപ്പൽ അവരുടെ ക്ലാസ്സിലേക്ക് കയറി വന്ന് പുതിയ ലെക്ചററെ പരിചയപ്പെടുത്തുന്നത്. ഇത് അരുൺ ഇതാണ് ഫസ്റ്റ് ഇയർ BCom. അതുകൊണ്ട് താൻ എന്തായാലും എല്ലാവരെയും പരിചയപ്പെടും, അത്രയും പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ അവിടെ നിന്നും പോയി. അരുൺ തൻ്റെ കയ്യിലിരുന്ന ടെക്സ്റ്റ് അവിടെ കണ്ട മേശപ്പുറത്ത് വെച്ച് ക്ലാസ് ആകെ കണ്ണോട്ടിച്ച്. അവസാനം അവൻ്റെ കണ്ണുകൾ വന്ന് രാധികയിലാണ് ഉടക്കി നിന്നത്. രാധികയെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് വികസിച്ചു. താൻ ആഗ്രഹിച്ച് ആരുടെ ക്ലാസ്സിലാണോ എത്തേണ്ടത് അവളുടെ ക്ലാസ്സിൽ തന്നെ എത്തിച്ചെന്നു. അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവളെ കണ്ടതും. എന്നാൽ രാധികയ്ക്ക് യാതൊരു പരിചയമോ ഒന്നും അവളുടെ മുഖത്ത് പ്രകടമല്ല. അരുൺ എന്താണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ കാതോർത്ത് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. അരുൺ എല്ലാവർക്കും നേരെ തിരിഞ്ഞ്, ഞാൻ അരുൺ, പാലക്കാട് നിന്ന് വരുന്നു. നിങ്ങളുടെ പുതിയ ലെക്ചർ അക്കൗണ്ടിങ് ലെക്ചറാണ്. അതുകൂടാതെ നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ് കൂടി എനിക്കാണ്. പിന്നെ എല്ലാവരെയും ഒന്നിച്ച് ഇന്ന് തന്നെ പരിചയപ്പെട്ട് എല്ലാവരുടെയും പേരൊന്നും എനിക്ക് ഓർമ്മ നിൽക്കില്ല. നമുക്ക് പയ്യെ എല്ലാവരുടെയും പേര് ബൈഹാർട്ടായി എല്ലാവരെയും മനസ്സിലാക്കി പരിചയപ്പെടാം. അതുകൊണ്ട് എല്ലാവരും നോട്ട്ബുക്ക് എടുക്ക്. അയാൾ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് എല്ലാവരെയും നല്ല പോലെ തന്നെ അക്കൗണ്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചു. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. ഫസ്റ്റ് പീരീഡ് തീർന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അരുൺ ഒന്നുകൂടി തിരിഞ്ഞ് രാധികയെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നുപോയി. സെക്കൻഡ് പീരീഡ് അവരുടെ ക്ലാസ്സിലേക്ക് വന്നത് രാജീവായിരുന്നു. രാജീവ് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറി സംസാരിക്കാൻ തുടങ്ങി. ഫസ്റ്റ് പീരീഡ് വന്ന അരുണിനെ കുറിച്ച്, എങ്ങനെയുണ്ട് ക്ലാസ്സിന്, സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, സാർ പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലായോ എന്ന രീതിയിൽ അയാൾ ഒന്ന് കുശലം ചോദിച്ചു. എല്ലാവർക്കും അയാളെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഭാഗത്ത് എല്ലാവർക്കും പാല് കുടിച്ച സമ്മതമായിരുന്നു അയാളുടെ പഠിപ്പീരിനെ കുറിച്ച്. എന്നാൽ രാധികയുടെ ഭാഗത്തു നിന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. രാജീവ് അത് ശ്രദ്ധിക്കുകയും ചെയ്തു. രാജീവ് ഒരവസരം കിട്ടിയതുപോലെ രാധികയുടെ അടുത്തേക്ക് ചെന്നു. രാധികയുടെ അടുത്ത് ചെന്ന്, ഇയാൾ പുതിയ സ്റ്റുഡൻ്റാണ് അല്ലേ? അതെ, എന്താണ് പേര്? രാധിക മറുപടി പറഞ്ഞു. രാധിക. ഓ, താൻ ഇത്രയും നാൾ? അത് ഞാൻ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലായിരുന്നു. താൻ ഇതിനു മുമ്പ് വല്ലതും പഠിക്കാൻ പോയിരുന്നോ? ആ, ഞാൻ ഡിഗ്രിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ചെറിയ ഫാമിലി പ്രോബ്ലംസ്. അപ്പോൾ പിന്നെ പഠനം പകുതി വഴിയിൽ മുറിഞ്ഞു. പിന്നെ ഇപ്പോഴൊരവസരം കിട്ടി. അപ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാ ഇപ്പോൾ വീണ്ടും ക്ലാസ്സിന് വരാൻ തുടങ്ങിയത്. ഓക്കെ, മുമ്പേ വന്ന സാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ? ഇല്ല. എന്താ സാർ അങ്ങനെ ചോദിച്ചേ എന്നർത്ഥത്തിൽ രാധിക തിരിച്ച് അയാളെ നോക്കി. ഏയ്, ഒന്നുമില്ല. ഞാനും അരുണും ഒരുമിച്ച് ഒരേ കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിറങ്ങിയത്. അവിടെ തന്നെ പോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇനി അവൾ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തു. തന്നെ ആദ്യം കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. ഇപ്പോഴത് ക്ലിയർ ചെയ്തെന്ന് മാത്രം. ഓ, സാർ ഉദ്ദേശിച്ച ആളല്ല ഞാൻ, അവൾ ഒന്നുകൂടി പറഞ്ഞു. അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്ന് അവളെ ഒന്നുകൂടി നോക്കി. അവൻ്റെ നോട്ടം ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൾ മുഖം കുനിച്ചു തന്നെ ഇരുന്നു. എന്താ ചേച്ചി, അയാളുടെ നോട്ടം അത്ര ശരിയല്ല.
അയാളുടെ നോട്ടം അത്ര ശരിയല്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആളൊരു അല്പം ഡീസൻ്റായിട്ട് നിൽക്കുക. നമ്മുടെ അച്ഛൻ വിളിച്ച് അയാളെ ഒന്ന് വിരട്ടിയിരുന്നു. അതിനുശേഷമാണെന്നാണ് ഇവിടെയുള്ള പല ചേച്ചിമാരും പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ ഇയാളെക്കുറിച്ച് കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാ കുട്ടികളും തന്നിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇയാളിൽ നിന്ന് ഒരല്പം അകലം പാലിച്ചാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെല്ലാം. നീലു പറഞ്ഞു നിർത്തി. അവരിരുവരും പിന്നീട് രാജീവ് സാറിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് അയാൾ പഠിപ്പിക്കുന്നതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുകയും ഇമ്പോർട്ടൻസ് പോയിൻ്റ് എല്ലാം നോട്ട് ചെയ്യുകയും ചെയ്തു. മണിക്കൂറുകൾ കടന്നുപോയി. അന്നേ ദിവസം അങ്ങനെയൊക്കെ ക്ലാസ്സുകളുമായി കടന്നുപോയി. തിരിച്ച് വീട്ടിലെത്തിയ നീലുവിന് അന്നേ ദിവസം ലക്ഷ്മിയോട് പറയാനുള്ളത് മൊത്തം പുതിയ ലെക്ചറായ അരുണിനെക്കുറിച്ചായിരുന്നു. അരുണിൻ്റെ അക്കൗണ്ടിങ് ക്ലാസ്സും അയാൾ പഠിപ്പിക്കുന്ന വിധവും അതെത്ര ക്ലിയറായി വ്യക്തമായി അവൾക്ക് മനസ്സിലായെന്നും എല്ലാം വള്ളി പുള്ളി തെറ്റാതെ ലക്ഷ്മിയോട് വന്ന പാടെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. രാധികയ്ക്ക് ഇതെല്ലാം പുതിയ അനുഭവമായിരുന്നു. കാരണം തൻ്റെ അമ്മയോട് പോലും താൻ ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. തൻ്റെ അമ്മ അതിന് ചെവി തന്നിട്ടില്ല. അതാണ് സത്യം.